ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതേപോലെ തന്നെ മുടിക്ക് പെട്ടെന്ന് ഒരു ഷൈനി ലുക്ക് തരാനും മുടി കാണുമ്പോൾ തന്നെ മുടി നന്നായിട്ട് അതായത് മാനേജബിൾ ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു രീതിക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പറായിട്ടൊരു ഹെയർ പാക്കാണ്. അത് മാത്രമല്ല നിങ്ങളുടെ മുടി നല്ല കോഴിവാല് പോലെയാണ്, ഇത്ര മാത്രമേ നിങ്ങൾക്ക് മുടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ യൂസിൽ തന്നെ മുടി നന്നായിട്ട് തിക്നെസ് തോന്നിപ്പിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി വേറെ ലെവലായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു കെരാറ്റിൻ പാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴും കിട്ടും. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. അപ്പം നമുക്ക് ഒരുപാട് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ പാക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു 10 വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ട്. എൻ്റെ മുടിക്ക് ഇത്രയും വെണ്ടയ്ക്ക ആവശ്യമുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക എടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അതായത് കഴുകിയെടുക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതേപോലെ അരിഞ്ഞെടുത്ത് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ് ലുക്ക് തരാനും അതേപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങോട് കൂടി ഇരിക്കാനും അതേപോലെ തന്നെ റഫ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള മുടി, സ്പ്ലിറ്റൻസ് ഉള്ള മുടി, അതായത് നമുക്ക് ഒരിക്കലും നമ്മുടെ മുടി മാനേജബിളൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒരുപാട് റഫ് ആണെന്നൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. മുടിയുടെ ടെക്സ്ചർ തന്നെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. അത് മാത്രമല്ല മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു തിക്നെസ് തരാനും കൂടി ഒരുപാട് നല്ലതാണ് വെണ്ടയ്ക്ക നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെണ്ടയ്ക്ക മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് തലയോട്ടിയിൽ റെഗുലറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഒരുപാട് നല്ലതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഈ വെണ്ടയ്ക്ക നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ്. അലോവേര ഒരു വലിയ തണ്ട് അലോവേര എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമുക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ പീസുകളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ അലോവേരയും തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കാനും റഫ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുടിക്ക് ഒരു ഗ്ലോ തരാനൊക്കെ ഒരുപാട് നല്ലതാണ്. മുടി വളരാനും ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അലോവേര. അപ്പോൾ ഞാൻ അലോവേര നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഞാൻ മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോൺഫ്ലോർ, അതായത് ചോളത്തിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ചോളത്തിൻ്റെ പൊടി നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ചുരുണ്ട് നിൽക്കുന്ന മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രൈറ്റ് ലുക്ക് തരാനൊക്കെ ചോളത്തിൻ്റെ പൊടി നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു കെരാറ്റിൻ പാക്ക് ആയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചോളത്തിൻ്റെ പൊടി 2 സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അലോവേരയുടെയും അതേപോലെ തന്നെ വെണ്ടയ്ക്കയുടെയും കൂട്ടത്തിലേക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിക്കാൻ പോവുകയാണ്. തിളപ്പിക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയുടെയും അതേപോലെ തന്നെ അലോവേരയുടെയും നീര് മുഴുവനായിട്ടും അതായത് ജെല്ല് മുഴുവനായിട്ടും നമ്മുടെ വെള്ളത്തിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവും. അപ്പം നമുക്കത് വഴിയെ കാണാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും 1 ബൗൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 ബൗൾ വെള്ളം പോരാ, അതായത് തികയാതെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് തുടക്കത്തിൽ തന്നെ നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇത്രയും വെള്ളം പോരാന്ന് തോന്നുന്നു. അത് കാരണം തന്നെ ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസോളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം. 7 മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്കയുടെയും അതേപോലെ തന്നെ നമ്മുടെ അലോവേരയുടെയും ജെല്ല് മുഴുവനായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ കെരാറ്റിൻ ക്രീം ഇല്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ക്രീം അതായത് പാക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ഒരു പാക്ക് തിളപ്പിക്കാൻ പോകുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് കട്ടിയായി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കയുടെയും അതേപോലെ തന്നെ അലോവേരയുടെയും ജെല്ല് മുഴുവനായിട്ട് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഗുണവും ഉണ്ടാവില്ല. അത് കാരണം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല രീതിക്ക് ഒരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ
സമയം തന്നെ, അതായത് നമ്മൾ ഈ ഇറക്കി വെക്കുന്ന ഈ ഒരു സമയം തന്നെ നമ്മളിത് അരിച്ചെടുക്കണം, അതായത് ഫിൽറ്റർ ചെയ്ത് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഫിൽറ്റർ ചെയ്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതായത് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടക്കയുടെ കൂടെയൊക്കെ നമ്മുടെ ഈ ജെല്ല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു കട്ടിയാവും. അത് കാരണം തന്നെ ചൂടോടുകനെ തന്നെ നമ്മൾ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അരിപ്പി ഇതേപോലെ വലിയൊരു അരിപ്പി യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് അരിപ്പിയിൽ അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മുടെ അരിപ്പിയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെല്ല് മുഴുവനായിട്ട് നമ്മുടെ ബൗളിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരു റിസ്ക് ഉണ്ടാവില്ല. അപ്പം നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം അതായത് ഇത് നന്നായിട്ട് ചൂടാറണം. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അത് കാരണം തന്നെ നന്നായിട്ട് ആറാനായിട്ട് അനുവദിക്കണം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ക്രീം കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ലൊരു ലിക്വിഡ് ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾക്ക് ക്രീം ഉണ്ടാവണം. കാരണം ഇത് ചൂടാറുന്ന സമയത്ത് ഒരു പൊടിക്ക് തിക്നെസ് കൂടും. അത് കാരണം തന്നെ ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചൂടാറിയതിന് ശേഷം നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റും അതേപോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുമായ എഗ് വൈറ്റ് ആണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എഗ്ഗിൽ ധാരാളം ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരാനും ഷൈനി ആയിട്ട് വളരാനും, അതായത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന റഫ് ആൻഡ് ഡ്രൈ ഒക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് മാനേജബിൾ ആയിട്ട് വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് എഗ് വൈറ്റ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു എഗ് വൈറ്റും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മുടി ക്വാണ്ടിറ്റി കൂടുതൽ, ഇപ്പം എന്നെ പോലെ മുടി നിറയെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എഗ് വൈറ്റ് ചേർക്കണം. അപ്പോൾ ഒരു എഗ് വൈറ്റ് മതിയാവില്ല. ഇപ്പം ഞാൻ 2 എഗ് വൈറ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് മിക്സ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഹെയർ വാഷ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ മുടിയിലല്ല, എൻ്റെ അനിയത്തിയുടെ മുടിയിലാണ്. അപ്പോൾ ആൾക്ക് ഈ ഒരു പാക്ക് ഒറ്റ യൂസിൽ തന്നെ എത്രമാത്രം മാറ്റം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബിഫോറും ആഫ്റ്റർ ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൾക്ക് ഷോർട്ട് ഹെയർ ആണ്, അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നല്ലൊരു മാറ്റം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട് ഹെയർ തന്നെ ഇതിന് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ ചീവി കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ കാണിക്കുന്ന രീതിക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായി എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് ലുക്ക് തരാനും അതേപോലെ തന്നെ മുടിക്കൊരു ഷൈനി ലുക്ക് തരാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. അത് കാരണം തന്നെ നമ്മുടെ മുടി വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും നന്നായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് വലിച്ചു കൊടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും നിങ്ങൾ പാക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്യണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതേ ഒരു രീതിക്ക് തന്നെ ക്ഷമയോടുകൂടി തന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാനും മറക്കരുത്. കാരണം ചിലവരുണ്ട്, ഞാൻ പലരും കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളിത് യൂട്യൂബിൽ കാണുന്നു, പെട്ടെന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നു, റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. സോ നിങ്ങളെല്ലാവരും നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് തന്നെ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോവുക, അതേപോലെ തന്നെ മുടി ചുരുണ്ട് നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചുരുണ്ട് നിൽക്കുന്ന മുടിയൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും കൂടി ഒരുപാട് നല്ലതാണ്. അത് കാരണമാണ് ഞാൻ പ്രത്യേകം പറയുന്നത് മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും വലിച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അത് കാരണമാണ് പറയുന്നത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു ഭാഗം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ അടുത്ത ഭാഗവും ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഷോക്കിംഗ് റിസൾട്ട് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പാക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നു ബിഫോർ വേറെ ഫോട്ടോ ആണ്, ആഫ്റ്റർ വേറെ ഫോട്ടോ ആണ് എന്നൊന്നും പറയരുത്. കാരണം നമ്മൾ അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട്, പക്ഷേ
ചെയ്ത് നോക്കിയവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ചെയ്ത് നോക്കിയവർക്ക് ഇതിൻ്റെ 100% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യാം. നമ്മൾ വെറുതെ ഒന്നും അല്ല യൂട്യൂബിലൂടെ ഇങ്ങനെ കാണിക്കുന്നത്. അത് റിസൾട്ട്, അതായത് ഞാൻ ഏതൊരു പാക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യല്ല ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് കാരണം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാതെ ഒന്നും പറയരുത്. ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നല്ല രീതിക്ക് ഞാൻ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയുടെ ഫ്രണ്ട് ഭാഗത്തും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ വെണ്ടയ്ക്ക മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ മുട്ടയൊക്കെ അലോവേരയും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നത്. അത് കാരണം തന്നെ ഞാൻ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് മുടി ഉണങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ എന്നുള്ളത് നമുക്ക് ലൈവായി തന്നെ കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഷോക്കിംഗ് ലൈവ് റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്കും ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു പാക്ക് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.